ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാ. നമുക്ക് എല്ലാവർക്കും ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയില്ലേ, വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഉപ്മാവ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്മാവിന് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം നമുക്ക് നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവിന് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഉപ്മാവിന്. ഇനി ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കടുക് നന്നായിട്ട് പൊട്ടി വീഴുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു വലിയ സവാള അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 സവാളയും കൂടിയും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സവാളേൻ്റെ കളറും നന്നായിട്ട് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് ഇത് കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുന്നുണ്ടെന്ന് കാണുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എരിവിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 2 ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടായിരുന്നു ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ക്യാരറ്റിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വെള്ളത്തിൻ്റെ അളവ് പോലിരിക്കും നമ്മൾ ഉപ്മാവിൻ്റെ ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പം വെള്ളം കുറയാനേ പാടില്ല കേട്ടോ. അപ്പം 1 കപ്പ് റവ എടുക്കുന്നതാണെങ്കിൽ 2-2.5 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ റവൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും നിൽക്കുക കേട്ടോ. കൈ എടുക്കാതെ നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ റവൻ്റെ ഇതിലേക്കുള്ള വേവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് റവ കട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഉപ്മാവ് ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ റവ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കാം. ഇപ്പം നമ്മളെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ റവ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഉപ്മാവ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.